ഹലോ എവ്രിവൺ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഫൗണ്ടേഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പെർസെൻറ്റേജ്, അതിൻ്റെ മീനിങ് എന്താണ്, കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റേഷ്യോസ് ആണ്. അപ്പോൾ റേഷ്യോസ് എന്ന് പറയുന്നത് നിങ്ങൾ CAT 2026 പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാത്സിലെ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ഓൾമോസ്റ്റ് ഏത് ടോപ്പിക് എടുത്തിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ആപ്ലിക്കേഷൻ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ റേഷ്യോസോ അതിൻ്റെ ഡെഫിനിഷൻസും റൂൾസും ഒന്നുമല്ല പഠിക്കാൻ പോകുന്നത്. എന്താണ് റേഷ്യോ, അതായത് നിങ്ങൾക്ക് ഈ റേഷ്യോ എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ഏതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലും ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്യാനുള്ള മെത്തേഡ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് റേഷ്യോ, അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനാണ് റേഷ്യോ, ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആൻസർ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ റേഷ്യോ, എന്താണ് ഈ റേഷ്യോ അല്ലെങ്കിൽ എന്തിനാണ് ഈ റേഷ്യോ എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പം ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ. ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് നമുക്കറിയാം, പാലും വെള്ളവും കൂടെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും മിക്സ് ചെയ്യുന്നത് 2:1 റേഷ്യോയിലാണ്. അതായത് ഞാൻ 2 ഗ്ലാസ് മിൽക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ ഞാൻ 1 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളമായിരിക്കും ചേർക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ടോട്ടലി കിട്ടുന്നത് 3 ഗ്ലാസ് ഓഫ് ചായ അല്ലെങ്കിൽ 3 ഗ്ലാസസ് ഓഫ് ടീ ആണ് അല്ലേ. ഇനി ഇതേ കാര്യം തന്നെ ഇപ്പോൾ ഞാൻ 12 പേർക്കാണ് ചായ എടുക്കുന്നതെങ്കിലോ അപ്പോഴും ഞാൻ ഇതേ റേഷ്യോയിൽ തന്നെയാണ് ചായ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ എന്താ ചെയ്യുക, എനിക്ക് ഇവിടേക്ക് വേണ്ടത് 12 ഗ്ലാസ് ആണ് എന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് 12ലേക്ക് എത്താൻ എനിക്ക് into 4 ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെയും ഞാൻ അതുപോലെ ഈ വാല്യൂസിന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 2 into 4 ചെയ്താൽ ഇവിടെ എനിക്ക് 8 കിട്ടി. 1 into 4 ചെയ്തിട്ടുണ്ടെങ്കിൽ 4 കിട്ടി. 8 ഗ്ലാസ് പാലും 4 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടായിരിക്കും ഞാൻ ഈ 12 പേർക്കുള്ള 12 ഗ്ലാസ് ചായ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷ്യോ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും 1:2, 3:2 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡിവിഷൻ അല്ല, അല്ലെങ്കിൽ ചുമ്മാ ഒരു ഫോമാറ്റ് ഒന്നുമല്ല. 2 വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ ഒരു ടീ ഉണ്ടാക്കാൻ പോകുമ്പോൾ എനിക്കറിയാം ഞാൻ 3 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്കിവിടെ ട്വൈസ് അല്ലെങ്കിൽ 2 കപ്സ് ഓഫ് മിൽക്ക് വേണം, പാല് വേണം എന്ന് എനിക്കറിയാം അല്ലേ. അപ്പോൾ അത് തന്നെ ഞാൻ എടുക്കുന്ന വെള്ളവുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പം എത്രയാണോ ഞാൻ വെള്ളം എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി പാലാണ് ഞാനിവിടെ എടുക്കുന്നത്. ക്ലിയർ? സോ ഈ 2 വാല്യൂസ് തമ്മിലുള്ള കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ റേഷ്യോ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? 2 വാല്യൂസ് എങ്ങനെ തമ്മിൽ റിലേറ്റഡ് ആണ്, ഒന്ന് മറ്റേതുമായിട്ടുള്ള വ്യത്യാസം എത്രയാണ്, ആൻഡ് ദാറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. ക്ലിയർ ആയോ? ഇപ്പം ഞാൻ പറയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 ലിറ്റർ ആണെന്ന് വിചാരിച്ചോ. സോ ഞാനിവിടെ 2 ലിറ്റേഴ്സ് ഓഫ് മിൽക്കും 1 ലിറ്റർ ഓഫ് വാട്ടറും ആണ് എടുക്കുന്നത്. ഇതിനെ ഞാൻ റിലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണെങ്കിൽ എനിക്കിവിടെ 1 ലിറ്ററിനേ കിട്ടുള്ളൂ. അതേസമയം ഇവിടെ ഞാൻ 8 ലിറ്ററും 4 ലിറ്ററും തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ എനിക്കിവിടെ 4 ലിറ്റർ ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര എടുക്കുന്നു അതിനേക്കാളും 1 ലിറ്റർ കൂടുതൽ പാലെടുത്താൽ മതി, അല്ലെങ്കിൽ 1 ലിറ്റർ കുറച്ച് വെള്ളം എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ആ കണക്ക് അവിടെ തെറ്റും അല്ലേ. സോ ഇത്തരത്തിലുള്ള കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ റേഷ്യോ, അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. സോ വെനെവർ യു നീഡ് ടു റിലേറ്റ് 2 ക്വാണ്ടിറ്റീസ് യു ഓൾവേസ് യൂസ് റേഷ്യോസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആണ് എയുടെ വാല്യൂ 10 ബിയുടെ വാല്യൂ 5 ആണെങ്കിൽ A:B എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10:5 ബേസിക്കലി 2:1 ആണ്. അപ്പോൾ റേഷ്യോയും ഫ്രാക്ഷനും തമ്മിൽ നിങ്ങൾക്ക് അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ദിസ് ബൈ ദിസ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ 1/2 അല്ലെങ്കിൽ 1:2 എന്ന് പറഞ്ഞാൽ 1/2 തന്നെയാണ്. ഇനി അപ്പോൾ 10/5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, 10 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ നമുക്കിവിടെ 2 കിട്ടില്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടി അല്ലേ. ബേസിക്കലി അവിടെ വാല്യൂ അല്ല റേഷ്യോ, വാല്യൂ നമുക്കിവിടെ ആവശ്യമില്ല. ഇവ തമ്മിലുള്ള കമ്പാരിസന് വേണ്ടി നിങ്ങളിവിടെ 2 എന്നായിരിക്കില്ല എഴുതുന്നത്, 2:1 എന്നായിരിക്കും എഴുതുന്നത്. എങ്കിൽ മാത്രമാണ് ഇവയെ തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ എല്ലാവർക്കും? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സ് എന്തുമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഇവ തമ്മിലുള്ള റേഷ്യോ സെയിം ആയിരിക്കും. ഇപ്പോൾ 2:4 എന്ന് പറയുന്നതാണ് റേഷ്യോ. 2:4 സിംപ്ലിഫൈ ചെയ്താൽ 1:2 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 1 ആണെങ്കിൽ അടുത്തത് അതിൻ്റെ ട്വൈസ് അല്ലെങ്കിൽ ഇരട്ടിയാണ്. 20 and 40 നോക്കിക്കോ, 20യുടെ ഇരട്ടി 40. 200 ഉം 400 നോക്കിക്കോ,
ഇരട്ടിയാണ് ഇവിടെ വരുന്നത്. സോ ഇത് എല്ലാത്തിൻ്റെയും റേഷ്യോ ഇതാണ്. സോ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിലും ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സാക്ട്ലി സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഒരു ചെറിയ ചോക്ലേറ്റിൻ്റെ എക്സാമ്പിളാണ്. ഇപ്പം നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 2 എടുക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് 4 വാങ്ങിയെന്ന് വിചാരിച്ചോ. അതേ റിലേഷൻഷിപ്പാണ്. നിങ്ങൾ 20 എടുക്കുമ്പോൾ ഫ്രണ്ട് അവിടെ 40 എടുക്കും അല്ലേ. 200 ആണെങ്കിൽ അവിടെ അടുത്തത് 400 വരും. സോ ഇവിടെ എല്ലാ കേസിലും ഒന്ന് മറ്റതിൻ്റെ ഇരട്ടിയാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് ഇനി അടുത്ത ഒരു ലെവലിലേക്ക് പോവാം. അടുത്ത ലെവൽ എന്ന് പറയുന്നത് സ്കെയിലിംഗ് ആണ്. റേഷ്യോസിനെ നമുക്ക് എങ്ങനെ സ്കെയിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ ചായ വെക്കാനെടുത്ത അതേ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ ആലോചിച്ചാൽ മതി. എനിക്ക് 3 ഗ്ലാസ് ചായയാണ് വേണ്ടതെങ്കിൽ ഞാൻ 2:1 എടുക്കും. അതേസമയം എനിക്ക് ഒരു 9 ഗ്ലാസ് ചായ വേണമെന്ന് വിചാരിച്ചാൽ എനിക്ക് അപ്പോൾ 2 ലിറ്റർ അല്ലെങ്കിൽ 2 കപ്പ് പാലും 1 കപ്പ് വെള്ളവും എടുത്താൽ മതിയാവോ? ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതേ രീതിയിൽ തന്നെ നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഞാൻ എടുക്കാൻ പോകുന്ന നേരം 6 കപ്പ് പാലും 3 കപ്പ് വെള്ളവുമായിരിക്കും. സോ നമ്മുടെ റേഷ്യോ എന്താണോ അതിനെ നമുക്ക് ഈസിലി മൾട്ടിപ്ലിക്കേഷനിലൂടെ സ്കെയിൽ ചെയ്യാനായിട്ട് പറ്റും. സോ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് യുവർ റേഷ്യോ വിൽ നോട്ട് ചേഞ്ച് ഇറ്റ്സ് വാല്യൂ. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2:3 എന്ന് പറയുന്നതിനെ ഞാൻ ഡയറക്ട്ലി 2 കൊണ്ട് 2നെയും ഒരുപോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ 4:6 എന്ന് കിട്ടും. അതേസമയം വീണ്ടും ഇൻറ്റു 5 ആണ് ചെയ്യുന്നതെങ്കിൽ അതിവിടെ 10:15 എന്ന് കിട്ടും. സോ സ്കെയിലിംഗ് ഉപയോഗിച്ചിട്ട് വാല്യൂ മാറില്ല. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ റേഷ്യോൻ്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഇനി തൊട്ട് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ തൊട്ടാണ് കാറ്റ് എക്സാമിൽ ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് കാറ്റ് എക്സാമിൽ പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് കാറ്റ് 2026 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 2:3 എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അതിന് ഇൻറ്റു 2 ചെയ്താൽ കിട്ടുന്നതും സെയിം ആണ്. ഇൻറ്റു എത്ര ചെയ്താലും കിട്ടുന്നത് സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2:3 വെച്ച് ഫോം ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് ജനറലി എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ 2x എന്നും 3x എന്നും എഴുതാൻ പറ്റില്ലേ? എന്തിനാ അങ്ങനെ എഴുതുന്നത്? എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ രണ്ടിനും ഒരേ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് 2x അടുത്ത 3x ആണ്. എക്സിൻ്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ 2:3 ആയിരിക്കും. ഇനി എക്സിൻ്റെ വാല്യൂ 2 ആവുന്ന സമയത്തോ ഇത് 4:6 ആയിരിക്കും. അങ്ങനെ എക്സിന് ഏത് വാല്യൂ കൊടുക്കുന്നോ അപ്പോഴൊക്കെ ഇത് സ്കെയിൽഡ് ആവുന്ന മാത്രമേ ഉള്ളൂ. റേഷ്യോയ്ക്ക് വ്യത്യാസം വരുന്നുണ്ടാവില്ല. ക്ലിയർ? അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇപ്പോൾ 2 പേരുടെ സാലറി ഈ റേഷ്യോയിലാണ്, അല്ലെങ്കിൽ മിൽക്ക് ആൻഡ് വാട്ടർ ഇസ് മിക്സ്ഡ് ഇൻ ദിസ് റേഷ്യോ എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അവിടെ എക്സ് യൂസ് ചെയ്യുന്നു, എക്സ് വെച്ചിട്ട് സോൾവ് ചെയ്യണമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്തുകൊണ്ട് അവിടെ എക്സ് ഇടുന്നു എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ റീസൺ. ക്ലിയർ? സോ കാരണം നമ്മുടെ വാല്യൂവിനെ ഈ എക്സ് ഒരേ വാല്യൂ എക്സ് തന്നെ വേണമെന്നല്ല, വൈ ആകാം സെഡ് ആകാം, ഏത് വേരിയബിൾ അല്ലെങ്കിൽ ഏത് ഒരുപോലെ വരുന്ന വാല്യൂ വെച്ചിട്ട് 2 സൈഡും നമ്മൾ ഒരുപോലെ സ്കെയിൽ ചെയ്താൽ ആ റേഷ്യോൻ്റെ വ്യത്യാസം അവിടെ വരുന്നില്ല. മനസ്സിലായോ എല്ലാവർക്കും? സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിൻ്റെ മുകളിലേക്കാണ് കാറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നേരത്തെ നമ്മൾ ഫ്രാക്ഷൻസിൽ അല്ലെങ്കിൽ ഡെസിമൽസ് ഒക്കെ പഠിച്ച സമയത്ത് ഫ്രാക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് പാർട്സ് വെച്ചിട്ടുള്ള തിങ്കിങ്. സോ 2:3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഞാൻ നിങ്ങളെ ഫ്രാക്ഷൻ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞു തന്നു അല്ലേ? 1/4 എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ മീനിങ് എന്താണ്? 1 ഔട്ട് ഓഫ് 4 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ 2:3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് രണ്ടും കൂടെ നേരത്തെ ടീയുടെ എക്സാമ്പിൾ എടുത്ത് നോക്കിക്കേ. 2 ലിറ്റർ പാലും അതിനുശേഷം 1 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് എനിക്ക് മൊത്തം 3 ലിറ്റർ ചായ കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ 2 ലിറ്റർ ഔട്ട് ഓഫ് 3 ലിറ്റർ ആണ് വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ 1/4 എന്ന് പറഞ്ഞാൽ 1 ഔട്ട് ഓഫ് 4 പറഞ്ഞതുപോലെ ഇവിടെ 2:1 എന്ന് പറയുമ്പോൾ 2 ഔട്ട് ഓഫ് 3 ലിറ്ററും വീണ്ടും 1 ലിറ്റർ ഔട്ട് ഓഫ് 3 ലിറ്ററുമാണ്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ നേരത്തെ നോക്കിയതുപോലെ ഇവിടെ നോക്കിക്കേ, 4 നേരെ ഇങ്ങോട്ടാണ് പോയത് അല്ലേ? നേരെ 1 ഔട്ട് ഓഫ് 4ലേക്ക് പോയി. ഇവിടെ 2 ഔട്ട് ഓഫ് 1ഉം 1 ഔട്ട് ഓഫ് 1ഉം എന്താ വരാത്തെ? ഇവിടെ എവിടെ നിന്നാണ് ഈ 3 വന്നിരിക്കുന്നത്? ഈ 3 എന്ന് പറഞ്ഞാൽ 2ൻ്റെയും 1ൻ്റെയും സമ്മാണ് അല്ലേ?
2 ഔട്ട് ഓഫ് ടോട്ടൽ, 2 ഔട്ട് ഓഫ് മൊത്തം എത്ര ഉണ്ടോ അതാണ്. അപ്പോൾ ഇവിടെയും 2 + 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, അയ്യോ ഇത് ചെറിയൊരു അലൈൻമെൻറ്റിൻ്റെ ഇഷ്യൂ വന്നതാണ്. A = 20 എന്നാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ വേർഡ് വരുന്നത്. ഇതാ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ 2:3 ആണെങ്കിൽ മൊത്തം എത്ര പാർട്സ് ഉണ്ട്? ചായയുടെ എക്സാമ്പിൾ ആലോചിച്ച് നോക്കി. 2:1 ആണെങ്കിൽ മൊത്തം 3 കപ്പ് ചായ കിട്ടി അല്ലേ? സോ അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 5. അപ്പോൾ ഇത് 20ഉം 30 ആകുമ്പോൾ ടോട്ടൽ കിട്ടുന്നത് എത്രയാണ്? 20 + 30 50. 200ഉം 300ഉം ആയാൽ കിട്ടുന്ന ടോട്ടൽ പാർട്സ് ഇസ് ഈക്വൽ ടു 500. സോ ഇത് 2:3 എന്ന് പറഞ്ഞാൽ 2 ഔട്ട് ഓഫ് 3 അല്ല, 2 ഔട്ട് ഓഫ് 5 ആൻഡ് 3 ഔട്ട് ഓഫ് 5. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കോൺസെപ്റ്റും നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഇപ്പോൾ പറഞ്ഞ ഈ മെത്തേഡും ഇതും നിങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് കാറ്റ് എക്സാമിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ബേസിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ റീസൺ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റേഷ്യോയും ആബ്സല്യൂട്ട് തിങ്കിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇത് എപ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 1:4 ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടീയുടെ 2:1 എക്സാമ്പിൾ പറയുമ്പോൾ എത്ര വെള്ളം എടുക്കണ്ടോ അതിൻ്റെ ഇരട്ടി പാല് നമുക്ക് പറയാം അല്ലേ? എപ്പോഴും അങ്ങനെ കിട്ടുമോ? ഇപ്പോൾ 2:3 നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം ഇതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള റേഷ്യോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ ഒന്ന് മറ്റതിൻ്റെ 4 ടൈംസ് ആണ്, 3 ടൈംസ് ആണ്, ഇരട്ടിയാണ് എന്നുള്ള രീതിയിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് അപ് ടു യു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. റേഷ്യോസ് എപ്പോഴും നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ഫോമാറ്റിൽ വേണം എഴുതാൻ. അതായത് ഇപ്പോൾ 18/24 പറഞ്ഞാലും റേഷ്യോ കറക്റ്റ് ആണ്. അപ്പോൾ അതിനെ it should be in a format which cannot be simplified any further. ആ രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ രണ്ടിനെയും കോമൺ ആയിട്ട് വരുന്ന ഒരു അതിൻ്റെ HCF ഏതാ? ഹയസ്റ്റ് കോമൺ ഫാക്ടറോട് വരുന്ന 6 ആണ്. രണ്ടും അത് വെച്ച് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്ര കിട്ടും? 3:4 എന്ന് കിട്ടും. സോ ഇതിൻ്റെ ഈക്വലൻറ്റ് എന്ന് പറയുന്നത് 3:4 ആണ്. ക്ലിയർ? ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം റേഷ്യോസിൻ്റെ ഓർഡറാണ്. റേഷ്യോൻ്റെ ഓർഡർ മാറ്റിയിട്ടുണ്ടെങ്കിൽ സാധനം തന്നെ മാറിപ്പോവും അല്ലേ? ചായയുടെ എക്സാമ്പിൾ വീണ്ടും നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കത് റിലേറ്റബിൾ ആയതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. 2 കപ്പ് വെള്ളവും 1 കപ്പ് പാലും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചായ നന്നാവുമോ? ഡെഫിനറ്റ്ലി നോ, റൈറ്റ്? അപ്പോൾ A:B എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു B:A. സോ ഓർഡർ മാറിയാൽ ആൻസറും മാറിപ്പോവും. ആൻഡ് വൺ മോർ തിങ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, യൂണിറ്റ്. ഓക്കെ, യൂണിറ്റ് മാറിയിട്ടുണ്ടെങ്കിലും വാല്യൂ മാറിപ്പോവും. 1 കപ്പ് പാലും അല്ലെങ്കിൽ 2 കപ്പ് പാലും 1 ലിറ്റർ വെള്ളവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡി ആവുമോ? ഇല്ല. രണ്ടും എപ്പോഴും ഒരുപോലത്തെ യൂണിറ്റ്സിലായിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് അധികവും തെറ്റ് വരുന്നത് മിക്സ്ചർ ആൻഡ് ആലിഗേഷനിലും ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലും. അപ്പോൾ ഇതൊക്കെ അരിത്തമെറ്റിക്കിലെ, അതായത് കാറ്റിലെ ക്വാണ്ടിൻ്റെ അടിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അരിത്തമെറ്റിക്. അതിൽ വരുന്ന ടോപ്പിക്സ് ആണ് ടൈം ആൻഡ് വർക്ക് ഉണ്ട്, ടൈം ആൻഡ് സ്പീഡ് ഉണ്ട്, മിക്സ്ചർ ആൻഡ് റേഷ്യോ ഉണ്ട്, മിക്സ്ചർ ആൻഡ് ആലിഗേഷൻ ഉണ്ട്. ഇതിലൊക്കെ റേഷ്യോ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടും ഒരേ യൂണിറ്റിലല്ല വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. സോ 1 kg/500 ഗ്രാമിൻ്റെ റേഷ്യോ എത്രയാണ്? 1:500 ആണോ? അല്ല. 1 കിലോ എന്ന് വെച്ചാൽ 1000 ഗ്രാം ആണ്. സോ 1000:500 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2:1. ക്ലിയർ എല്ലാവർക്കും? ദിസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും നിങ്ങൾ മറന്നു പോകരുത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അപ്പോൾ ഈ സ്ലൈഡിൽ ഇന്നത്തെ സെഷനിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട്, ഓർത്തിരിക്കുക. റേഷ്യോനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസിൽ വരുന്ന സമയത്ത് നമ്മളിപ്പം A:B എന്ന് പറഞ്ഞാൽ 2:3 ആണെങ്കിൽ നമ്മൾ A is equal to 2x, B is equal to 3x എടുക്കും. നമ്മൾ അധികം ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എത്രയാണ്? ജസ്റ്റ് 1 പാർട്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു, എയുടെയും ബിയുടെയും സാലറി ഇസ് ഇൻ ദ റേഷ്യോ 2:3 ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിയർ സാലറി ഈസ് ഈക്വൽ ടു മേ ബി 10,000 rupees എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 1 പാർട്ട്. ആ 1 പാർട്ടാണ് 10,000. എയുടെ സാലറി അപ്പോൾ എത്രയാണ്? 2 പാർട്ടാണ്. അപ്പോൾ എയുടെ സാലറി 20,000, ബിയുടെ സാലറി 30,000. പെൻ ആൻഡ് പേപ്പർ പോലും ഇല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്ന കാര്യം കൂടി ഒന്ന് ആലോചിച്ചാൽ, ഇത് നിങ്ങൾക്ക് വേറെ ഒരു ക്ലാസ്സിലും പറഞ്ഞു തരില്ല, എനിക്ക് തോന്നുന്നില്ല. ഇത് ഐ ഡോണ്ട് തിങ്ക് എവറിബഡി നോസ് അബൌട്ട് ദിസ്. സോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെ കൂടി ഒന്ന് ചിന്തിക്കാൻ പറ്റിയാൽ, ഓക്കെ റേഷ്യോ ഇതാണ്, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഇതാണല്ലോ എന്ന് കൂടി ചിന്തിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മെൻ്റൽ കാൽക്കുലേഷൻസിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും.
ക്ലിയർ എല്ലാവർക്കും? ഇനി അടുത്തത് A:B ആൻഡ് B:C ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഇതിൽ ഇട്ടുന്നേ ഉള്ളൂ. കമ്പൈൻഡ് റേഷ്യോസിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ആക്ച്വൽ ക്ലാസ്സസിൽ നമ്മൾ പഠിക്കും. എയും ബിയും തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് 2:3 എന്നും B:C ചെയ്താൽ 3:4 എന്നും കിട്ടിയാൽ ഇത് നിങ്ങൾ നോക്കുമ്പോൾ 2ഉം 4ഉം ആണെങ്കിൽ ഇവിടെ AS <C എന്ന് നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. സോ ഇത് ഞാൻ ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ. ഇതിൽ നിങ്ങളിപ്പം അധികം മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം 3 വെച്ചിട്ടുള്ള റേഷ്യോസ് ഒക്കെ പഠിക്കണമെങ്കിൽ ഇച്ചിരി കൂടി ഒന്ന് കഴിയണം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചോദ്യങ്ങൾ നോക്കാം. A:B 5:7, A:20. സോ ഈസി അല്ലേ? A:B തമ്മിലുള്ള റേഷ്യോ 5:7 ആണ്. A എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇവിടെ 5 എന്ന് പറഞ്ഞാൽ 20 ആയി. എങ്ങനെ? ഇൻറ്റു 4. അപ്പോൾ ബിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? അതുപോലെ ഇൻറ്റു 4 ചെയ്താൽ 28 കിട്ടും. സിംപ്ലി ഓപ്ഷൻ A ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അത്ര ഈസി ആയിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ. A:B 3:5, ടോട്ടൽ 50 എന്ന് വെച്ചാൽ എത്രയാ? 3 + 2 5 എന്ന് പറയണത്, അല്ലെങ്കിൽ 5x. മൊത്തം എത്ര പാർട്സ് ഉണ്ട്? 5 പാർട്സ് ഉണ്ട് അല്ലേ? അപ്പം ഈ 5 പാർട്ട് ഇസ് ഈക്വൽ ടു 50 ആണെങ്കിൽ 1 പാർട്ട്, ഒരു പാർട്ടിന്റെ വാല്യൂ എത്രയായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ വാല്യൂ എത്രയാ? ഇത് 30യും ഇത് 20യും ആയിരിക്കും അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ A കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ സിയിലുള്ള 30 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ? അടുത്ത ചോദ്യം. വിച്ച് മാച്ചസ് 3:5? 6:10 ശരിയാവുമോ? അതെ, രണ്ടും 3:5 ഇൻറ്റു 2 ചെയ്താൽ കിട്ടുന്നത് ഇത് ശരിയാണ്. 9:12 5ന്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 4ന്റെ, ഇത് രണ്ടും ഓക്കെ ആണല്ലോ. എയും സിയും രണ്ടും വർക്ക് ആകും. ഇത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് ഇത് ഇൻറ്റു 6 ആണ് വരുന്നത്, ഇത് ശരിയാവില്ല. സോ രണ്ടെണ്ണം ഉണ്ട്. എയും സിയും ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാമോ? ഇവിടെ തന്നിരിക്കുന്നു, A and B share money in the ratio 2:3. If A gets 200 less than B, find total money. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. 2:3 എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. രണ്ടിന്റെയും വ്യത്യാസം 1 പാർട്ട് ഇസ് ഈക്വൽ ടു 200 അല്ലേ? അപ്പൊ മൊത്തം എത്ര പാർട്ട് ഉണ്ട്? 2:3, മൊത്തം 5 പാർട്ട് ഉണ്ട്. സോ എക്ക് കിട്ടിയിരിക്കുന്നത് 2 പാർട്ടാണ്. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ മണി കണ്ടുപിടിച്ചാൽ മതി. സോ ഒന്നെങ്കിൽ എയുടെയും ബിയുടെയും സെപ്പറേറ്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 3 + 2 ചെയ്താൽ 5 എന്ന് കിട്ടും. ഇഫ് 1 പാർട്ട് ഇസ് ഈക്വൽ ടു 1 പാർട്ട് എവിടെ നിന്ന് കിട്ടി? 3 - 2. ഇഫ് 1 പാർട്ട് ഇസ് ഈക്വൽ ടു 200, 5 പാർട്സ് വിൽ ബി ഈക്വൽ ടു 1000 ആയിരിക്കും അല്ലേ? സോ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എയിൽ വരുന്ന 1000 ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും വളരെ സിമ്പിൾ ആണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻറ്റും ആണ്. ഇനി അതുപോലെ തന്നെ വരുന്ന നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. മിൽക്ക് ആൻഡ് വാട്ടർ ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 4:1. ഇഫ് ടോട്ടൽ മിക്സ്ചർ ഇസ് 50 liters, ഹൗ മച്ച് വാട്ടർ ഇസ് ദർ? 4:1 റേഷ്യോയിൽ മിക്സ് ചെയ്തു. മൊത്തം എത്ര പാർട്ടാണ്? 4 + 1 5 പാർട്ട് അല്ലേ? സോ 5 പാർട്ട് ഇസ് ഈക്വൽ ടു 50. അപ്പോൾ എത്ര വെള്ളം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഒരു പാർട്ടാണ് വെള്ളമുള്ളൂ. ദെയർഫോർ 1 പാർട്ട് ഇസ് ഈക്വൽ ടു 50/5 ചെയ്താൽ 10 എന്ന് കിട്ടും. സിംപ്ലി ഓപ്ഷൻ എയിലുള്ള 10 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതിൽ തന്നെ ഇത്രയും കൂടി ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ അല്ല, ഒരു ചെറിയ വലിയ ക്വസ്റ്റ്യൻ. പോപ്പുലേഷൻ ഓഫ് 2 towns is in the ratio 5:3. ടോട്ടൽ പോപ്പുലേഷൻ ഇസ് 8,000. ഫൈൻഡ് സ്മോളർ ടൗൺ പോപ്പുലേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തിനാണ് തന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ നമ്മൾ ചെയ്തത് മിൽക്ക് ആൻഡ് വാട്ടർ 4:1, 50 ലിറ്റർ, മണി ഇൻ ദ റേഷ്യോ ഒക്കെ ചെറുതാണ്. ഈ പോപ്പുലേഷനിലേക്ക് വരുമ്പോഴേക്കും നമ്പേഴ്സ് തൗസൻഡ്സിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിലൊരു ബ്ലോക്ക് വരും, അയ്യോ വലിയ വാല്യൂസ് ആണ്, എന്ത് ചെയ്യും? പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോ, 5:3 ആണ് ഇവ തമ്മിലുള്ള റേഷ്യോ നമുക്കറിയാം. ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്? 8,000 ആണ്. അപ്പം ടോട്ടൽ 5 + 3 8 പാർട്സ് ആണ് 8,000. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ലോജിക് ആണ് ഇവിടെ ചെയ്യേണ്ടത്. സ്മോളർ പോപ്പുലേഷൻ അപ്പം 3 പാർട്സ് ആയിരിക്കും അല്ലേ? സോ അപ്പോൾ എത്രയാ വാല്യൂ വരുന്നത്? 3000. വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് ഓപ്ഷൻ എ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ റേഷ്യോസ് എന്താണെന്ന് പഠിച്ചു, റേഷ്യോയുടെ കോൺസെപ്റ്റ് എന്താണെന്ന് പഠിച്ചു. കോൺസെപ്റ്റും റേഷ്യോ എന്തിനാണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ വെൻ യു കം ടു CAT 2026 നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ്
അതിൽ ഫസ്റ്റ് വരുന്നതാണ് റേഷ്യോയുടെ ഓർഡർ എന്ന് പറയുന്നത്. സോ ദി ഓർഡർ ഓഫ് എ റേഷ്യോ കനോട്ട് ബി ചേഞ്ച്ഡ്. പിന്നെ റേഷ്യോയുടെ സ്കെയിലിംഗ് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ വരുന്ന ഒരു കാര്യമാണ് റേഷ്യോയുടെ യൂണിറ്റിൽ അല്ലേ, യൂണിറ്റ് ഷുഡ് ഓൾവേസ് ബി ദ സെയിം. ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക, റേഷ്യോ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് എത്രയാണ് ഒന്ന് ജസ്റ്റ് മനസ്സിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ പഠിച്ചത്. ഇതിനെപ്പറ്റി എന്ത് ഡൗട്ടും ക്വസ്റ്റനും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളോട് എഴുതി അറിയിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിലും മസ്റ്റായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യണം. ആൻഡ് ഓൾസോ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കും, മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നില്ലയോ, ഇത്രയും കൂടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും നമ്മൾ എഴുതി അറിയിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.